പ്രിയമുള്ള കവിത ആസ്വാദകരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു കവിത ചൊല്ലിയിടുകയാണ്. കവിതയുടെ പേര് അമ്മ മന. ഈ കവിതയുടെ ഇതിവൃത്തം നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങളിൽ സ്വമേധയോ മക്കളുടെ നിർബന്ധമോ മൂലം മാതാപിതാക്കൾ എത്തുന്നതാണ് ഇതിൽ ഇതിവൃത്തം. അങ്ങനെ ഒരമ്മ തൻ്റെ മകൻ തിരിച്ചു വരുന്നത് കാത്ത് അവിടെ മകനെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് ഈ കവിതയുടെ ഇതിവൃത്തം. കവിത അമ്മ മന. നിർനിമേഷയായി വഴിത്താരയിൽ നോക്കി നിൽക്കും ഇതൊരമ്മതൻ നല്ല കാലത്തിനോളങ്ങളൊഴിഞ്ഞ് നരയും നരച്ചു തുടങ്ങുന്ന മേലാപ്പുകൾ നീർക്കോണിലെങ്ങും നിരാശ്രയ ഭീതി നട്ടു നനച്ചു വളർത്തിയ വൻമരച്ചോട്ടിൽ നിഴലുകൾ വരാതെ വണ്ണം ശാഖകൾ മുറിച്ചു. പിൽപ്പാടു ചെല്ലുവാൻ വാഗ്ദത്തം നൽകി പിന്നിലായി നടന്നു ഞാനിതുവരെ. പാതി വഴിയിൽ തനിച്ചാക്കി പ്രാണന്റെ പകുതി പോ. പരിഭവമേറെയുണ്ടെങ്കിലും അതനിവാര്യമല്ലേ. മൃദുപാദങ്ങളിൽ പൂഴി പൂണ്ടിരുന്നിട്ടും മാറിൽ ചേർത്തു ഗാഠം ഉണർന്ന നാളിൽ മറുനാളിലാ കരത്തിൻ തണലിൽ വളരുവാൻ മോഹമേറാത്തൊരമ്മ മനമുണ്ടാകുമോ? വർഷകാലത്തിൻ്റെ ശേഷിപ്പു പോലെ കൂണുകൾ മുളച്ചു പൊന്തും തടങ്ങൾ ഭൂമി മാതാവിൻ്റെ ഗതിയോ വിഗതിയോ അറിയില്ല. സമാനതകളാൽ കുരുക്കുന്നു വൃദ്ധസദനങ്ങൾ. കുടിവയ്ക്കപ്പെട്ട കുടിയിൽ നിന്നുമായി കുടിയിറക്കപ്പെടുന്ന ജന്മങ്ങളേറെ. കൂടപ്പിറപ്പിന്റെയും കുതികാൽ വെട്ടുവാൻ കുതന്ത്രം മെനയുന്ന കുടില മനസ്സുകൾ. ചാക്രികമാകുന്ന പ്രക്രിയയിൽ ചായാതിരിക്കുവാൻ തരമില്ല താരമേ. ചാരത്തിരുന്നു ശാഠ്യമെടുക്കുന്ന പൈതലാണിന്നും ചാരുതയോടു വളർന്നു നിൽക്കുമെങ്കിലും നിൻവിരൽ തുമ്പു വിട്ടുപോകുന്നു ഞാൻ. നിൻവിരൽ തുമ്പു വിട്ടുപോകുന്നു ഞാൻ. ഒരു വിളിപ്പാടകലയുണ്ടാവുമെൻ മനം. വാതായനത്തിന്റെ പകുതി മാത്രമേ ചാരു. സീമന്തനായ നിന്റെ കാൽപ്പാടു കാണുവാൻ. സീമന്തനായ നിന്റെ കാൽപ്പാടു കാണുവാൻ. ഈ ചെറുകവിത ഇവിടെ സമ്പന്നമാകുന്നു. എല്ലാവർക്കും നമസ്കാരം.